മലപ്പുറത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയതിൽ കുറ്റക്കാരായ MVD ഉദ്യോഗസ്ഥർക്കെതിരെയും ഏജന്റുമാർക്കെതിരെയും നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ട് എന്നാണ് ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ ആരോപണം. MVD ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജന്റുമാരുടെ വലിയ ലോബി തന്നെ ജില്ലയിലുണ്ടെന്നാണ് വിവരം. ഇവരെ ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ നേരിട്ട് സമീപിക്കുന്ന ആർക്കും ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമുണ്ട്. PS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, കൈക്കൂലി നൽകാതെ സ്വന്തം നിലയ്ക്ക് പോകാമെന്ന് കരുതിയ ഒരു മനുഷ്യൻ നിരന്തരം ഒരു സർക്കാർ സംവിധാനത്തിന്റെ വരാന്തകളിൽ കയറിയിറങ്ങേണ്ടി വന്ന ഒരു നിസ്സഹായനാണ് ജീവൻ ഒടുക്കിയത്. അതിൽ ഈ ഏജന്റുമാരും MVD ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവർ തമ്മിൽ നടത്തുന്ന ഒരു ഡീല്, അതിൽ പെട്ടുപോകുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരാണെന്നുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. അതിന്റെ ഇരയാണോ ഇദ്ദേഹവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു രഞ്ജിത്ത്? റോഷ്നി, സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യയെ തുടർന്ന് ഇനിയുള്ള അന്വേഷണം നടക്കേണ്ടത് ഈ ആത്മഹത്യ സംഭവിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സിസ്റ്റം എററാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സിസ്റ്റത്തിന്റെ എന്താണ് അവിടെ അസ്വാഭാവികമായി സംഭവിച്ചത് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളുമൊക്കെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഏജന്റുമാരുടെ സമീപനമാണ്. RTO ഓഫീസുമായി ബന്ധപ്പെട്ട് അത് എന്തിനു വേണ്ടിയാണെങ്കിലും അത് ലൈസൻസ് മുതൽ പെർമിറ്റ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാർ വഴി പോകുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള നൂലാമാലകളോ റെസ്ട്രിക്ഷൻസോ ബാധകമല്ലാത്ത വിധത്തിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് അവർക്ക് പലപ്പോഴും പെർമിറ്റ് കിട്ടുന്നത് എന്നൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഏജന്റുമാർ വഴിയല്ലാതെ നേരിട്ട് അപേക്ഷ നൽകി, നേരിട്ട് ഫീസ് നൽകി, നേരിട്ട് പോയി ഹാജരാവുന്ന സമയത്ത് ഇല്ലാത്ത കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ പെർമിറ്റ് അനുവദിക്കാത്ത വിധത്തിൽ ഈ ഡ്രൈവർമാരെ കുഴക്കുന്ന സമീപനം MVDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഈ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ രക്തസാക്ഷിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നീതി കിട്ടേണ്ടത് അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ മറ്റു തൊഴിലാളികൾക്കുമാണ്. ഈ രീതിയിലുള്ള ഏജന്റുമാരുടെ സമീപനവും ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് MVDമാർ എന്തെങ്കിലും തരത്തിൽ അവിഹിതമായി കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. അങ്ങനെയുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.